നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ETC റോഡിൽ സർക്കാർ ഭൂമിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ കൊട്ടാരക്കര നഗരസഭയ്ക്കെതിരെ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരാണ് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത്. 4-5 വലിയ മഹാഗണി മരങ്ങളാണ് ഇവർ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൊട്ടാരക്കര നഗരസഭ ETC വാർഡ് 17-ാം ETC വാർഡിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വിലപിടിപ്പുള്ള മരങ്ങൾ, മഹാഗണി അടക്കമുള്ള വിലപിടിപ്പുള്ള 4-5 മരങ്ങൾ മുറിച്ചു എന്ന് അറിഞ്ഞെത്തിയതാണ് ഞങ്ങളിവിടെ. അപ്പോൾ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് മഹാഗണി അടക്കമുള്ള 4-5 മരങ്ങൾ, വലിയ വലിയ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് കടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതാരാണ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് വ്യക്തമാകുന്നില്ല. അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നഗരസഭാ അധികാരികൾ ഇതറിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നു, നഗരസഭാ ചെയർമാൻ്റെയും വാർഡ് കൗൺസിലറുടെയും അനുവാദത്തോടു കൂടിയാണോ ഈ മരം മുറി സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിട്ട് നഗരസഭയിൽ ഒരു വലിയൊരു മരമുറി വിവാദമുണ്ടായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ കേസിൽ കിടക്കുന്ന വസ്തുവിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള മരങ്ങൾ മുൻ ചെയർമാൻ അടക്കം ചേർന്നുകൊണ്ട് വിറ്റുകൊണ്ട് വലിയൊരു മരമുറി അഴിമതിക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് വലിയ വിവാദമായിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇതുപോലെ സംഭവം. കൊട്ടാരക്കര നഗരസഭയിൽ ഉള്ള ഈ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് ഇത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഈ മരങ്ങൾ മുറിക്കുവാൻ ആരാണ് മുറിച്ചത്, അല്ലെങ്കിൽ ആ മുറിച്ചവന് ആരാണ് അധികാരം കൊടുത്തത്, ആരാണ് മൗന അനുവാദം കൊടുത്തത് വ്യക്തമാക്കണം. ഇത് നഗരസഭാ അധികാരികൾ, ഈ വാർഡിൻ്റെ കൗൺസിലർ, മുൻ നഗരസഭാ ഉപാധ്യക്ഷയടക്കം നഗരസഭാ ചെയർമാൻ SR രമേശ് അടക്കം ഇവിടെ വന്നുകൊണ്ട് ഇത് നോക്കിക്കൊണ്ട് ആർക്കും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ആർക്കും എന്തുമാകാമെന്നുള്ള ധാരണയാണെങ്കിൽ അത് നടക്കില്ല. നഗരസഭാ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഇതിനുള്ള നിയമ നടപടികൾ, ഇത് മുറിച്ചതാരാണ്, മുറിച്ചവർക്കെതിരെ നിയമപരമായ കേസെടുക്കണം, പോലീസ് ഇവിടെ എത്തണം. ഈ മരമുറിയിൽ വ്യക്തമായിട്ടുള്ള പങ്കുകൾ നഗരസഭയുടെ ചെയർമാനും നഗരസഭ ഈ വാർഡിൻ്റെ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണം. ചെയർമാൻ്റെയും കൗൺസിലറുടെയും ഈ പങ്ക് വ്യക്തമായി അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നഗരസഭാ ചെയർമാൻമാർക്കൊക്കെ എന്താ മരത്തിനോട് അത്ര സ്നേഹമെന്ന് അറിയത്തില്ല. മുൻ ചെയർമാനും വലിയ പ്രണയമായിരുന്നു മരത്തിനോട്. അതോ എന്താണ്, മരത്തിനോടുള്ള പ്രണയമാണോ, അതോ കറൻസിയോടുള്ള പ്രണയം കൊണ്ടാണോ ഈ മരമുറികൾ ഈ വിവാദമാക്കുന്നത്, ഇത്രയും നടത്തുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നഗരസഭാ ചെയർമാൻ SR രമേശ് അടിയന്തരമായി ഈ സർക്കാർ പുറമ്പോക്ക് ഭൂമി സന്ദർശിച്ചുകൊണ്ട് ഇതിൻ്റെ പോലീസിനെ വിളിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള മറ്റ് നടപടികളിലൊക്കെ വില്ലേജിലും താലൂക്കിലൊക്കെ അറിയിക്കേണ്ടവരെ അധികാരികളെ അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ ഒരു മരമുറി കാരണം തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തി വസ്തുവിൽ കൃഷിനാശമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നഷ്ടപരിഹാരം അടക്കം നഗരസഭ കൊടുക്കാൻ തയ്യാറാകണം. അതിനുള്ള വ്യക്തമായ നിയമ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് BJP ആവശ്യപ്പെടുന്നു.